Hello friends, welcome to 𝙑𝙤𝙚 channel 𝙂𝙤. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മുടെ കാർഡ് നമുക്ക് ഡെലിവേർഡ് ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ ആക്ച്വലി ഞാൻ അതിൻ്റെ ഒരു പ്രൊസീജിയർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഞാൻ ആക്ച്വലി ഒരു 2-3 ദിവസം മുമ്പ് ഒരു 5 ദിവസമായി നോണ്ട്. ഇപ്പോൾ ടോട്ടലി നമ്മൾ 5 ദിവസം മുമ്പാണ് അപ്ലൈ ചെയ്തതിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ 8:30 നമ്മൾ അപ്ലൈ ചെയ്ത് 8:30 അപ്ലൈ ചെയ്തു. 8:45 വീഡിയോ KYC ഓപ്ഷൻ വന്നു. നമ്മൾ ഒരു 5 മിനിറ്റ് കൊണ്ട് അത് കഴിഞ്ഞു. അപ്പോൾ 8:50 നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 48 hours കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അപ്രൂവൽ മെസ്സേജ് വന്നത്. നമ്മൾ അതിൻ്റെ ഇതിന് മുമ്പ് ഒരു അപ്രൂവൽ മെസ്സേജ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി 2-3 ദിവസം മുമ്പ്. അപ്പോൾ അത് കഴിഞ്ഞ് ആക്ച്വലി ഒരു 3-ാമത്തെ ദിവസം നമുക്ക് കാർഡ് കിട്ടി. ഇത് ആക്ച്വലി ICICIയുടെ ഭാഗത്തു നിന്ന് ഭയങ്കര ഫാസ്റ്റ് ഡെലിവറി എന്ന് വേണമെങ്കിൽ പറയാം. ഡെലിവറി എന്നല്ല, ഫാസ്റ്റ് സർവീസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ കാർഡ് പ്രിൻറ്റ് ചെയ്ത് സംഭവങ്ങളൊക്കെ അത് പെട്ടെന്ന് കഴിഞ്ഞിട്ട് അത് ഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തത് ആ ദിവസം തന്നെ നമ്മൾ ആ വീഡിയോ ഇട്ട ദിവസം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് ഷിപ്പിംഗ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് ഇന്നലെ കിട്ടുന്നത് കാർഡ്, പക്ഷേ നമ്മൾ ഷിപ്പ് ചെയ്തേക്കുന്ന ഒരു ഇന്ത്യ പോസ്റ്റ് വഴിയായിരുന്നു. അപ്പോൾ ഇന്ത്യ പോസ്റ്റിൻ്റെ ട്രാക്കിംഗ് നമ്പർ ഒന്നും വർക്ക് ചെയ്യാനുണ്ടാകുന്നില്ല. നമ്മളിപ്പോൾ ഇന്നലെ നോക്കിയപ്പോഴും ഇന്ന് നോക്കിയപ്പോൾ എപ്പോഴും ഒരേ പൊസിഷനിലാണ് നടന്ന് നിൽക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് സംശയം തോന്നി. വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്ന് അത് വരുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നോർമലി നമുക്ക് 2 ഡേയ്സിലൊക്കെ എനിക്ക് ഇവിടേക്ക് നമ്മുടെ വീട്ടിലേക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു ഇത് ഊഹം വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ഇന്ന് പോകുന്ന വഴിയിൽ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കയറി നോക്കിയത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ കയറി നോക്കിയപ്പോൾ സാധനം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ട്രാക്കിങ്ങിലൊന്നും വർക്കിംഗ് അല്ല. അപ്പോൾ ഇവരുടെ ഇപ്പോഴും എല്ലാം അൺഡെലിവേർഡ് ആണ്. അതിൽ സാധനം എത്തിയിട്ടില്ല അവരുടെ ട്രാക്കിംഗ് വഴി. അപ്പോൾ ഇന്ത്യ പോസ്റ്റിൻ്റെ സർവീസ് തല്ലിപ്പൊളി തന്നെയാണ്. അത് വലിയ ഡിഫറൻസുമായിരുന്നു. ചിലപ്പോൾ പിന്നെ ഗവൺമെൻറ്റിന് അവനെ പേര് പറയാനൊന്നുമില്ല. പക്ഷേ പോസ്റ്റ് ഓഫീസ് എന്ന സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് പോയി വാങ്ങിക്കാം. ഡെലിവറി സർവീസ് കൊറിയർ പോലെ അത്ര ലോക്കലല്ല എന്ന് മാത്രം. പക്ഷേ ഞാൻ പോയി വാങ്ങിച്ചപ്പോൾ സാധനം കിട്ടിയിട്ട് അതുകൊണ്ട് ശരിക്കും കറക്റ്റ് ഇപ്പോൾ ബ്ലൂ-ഡാർട്ട് വഴിയൊക്കെയാണെങ്കിൽ നമുക്ക് ഇന്നലെ കിട്ടുന്നതാണ്. എന്നുവെച്ചാൽ ബ്ലൂ-ഡാർട്ട് കറക്റ്റ് പെട്ടെന്ന് ഫാസ്റ്റ് സർവീസാണ്. സാധനം കൊണ്ടുവരുന്നത് ചെയ്യും. നല്ല സൂപ്പർ സർവീസാണ് അവരുടെ. അപ്പോൾ നോർമലി ഞാൻ എൻ്റെ ബാക്കിയെല്ലാ ക്രെഡിറ്റ് കാർഡുകളൊക്കെ ബ്ലൂ-ഡാർട്ട് വഴി തന്നെ വരാറ്. അപ്പോൾ ആദ്യം വന്നാൽ ഞാൻ RBI മാത്രമാണ് നമുക്ക് ഡെലിവറി കൊറിയർ സർവീസ് വഴി വന്നത്. അത് ഞാൻ അന്ന് പെടും ചെയ്തു. കാർഡ് കിട്ടാൻ ഒരു 10-15 ദിവസം എടുത്തു ഈ കൊറിയർ കാരണട്ടാ. അപ്പോൾ നമ്മുടെ അന്നത്തെ വീഡിയോ ഇതിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ലിമിറ്റ് ചെക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ലിമിറ്റ് കിട്ടിയെന്ന് കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് അറിയണമെന്നില്ല. നമ്മൾ ആക്ച്വലി വിളിച്ചു ചോദിച്ചെങ്കിലും കറക്റ്റായിട്ട് അറിയണമെന്നില്ല. എനിക്ക് ഒരു 2 lakh സംതിങ് എത്രയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ശരിക്കും നമുക്ക് അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു എന്താ പറയുക ഒരു യൂസർ ID പാസ്വേഡൊക്കെ വെച്ച് വരും. നമുക്കൊരു മെസ്സേജ് വരും. പക്ഷേ എനിക്കത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവരെ കോൺടാക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞാൽ നമുക്കൊരു 7 ദിവസം പിടിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴേക്കും കാർഡ് ഷിപ്പാവലും ഡെലിവറിയും ഇപ്പോൾ കഴിഞ്ഞു പോയി. 7 ദിവസം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിനി ഇത് ഓൺലൈനിൽ നമുക്ക് ക്രിയേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ICICI ബാങ്കിൽ അക്കൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓൾറെഡി റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ ആപ്പ് ആദ്യം തൊട്ട് രജിസ്ട്രേഷനും അതുപോലെ തന്നെ കാർഡ് ആഡ് ചെയ്യലും പരിപാടിയൊക്കെ വേണം. എന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഇല്ല. അപ്പോൾ നമുക്ക് അതിൽ കാർഡ് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പം വരലുണ്ട്. കാർഡ് വെർച്വലി കാണണമെങ്കിൽ കുറച്ച് പാടാണ്. ശരിക്കും അവരുടെ നെറ്റ് ബാങ്കിങ് പാസ്വേഡ് കിട്ടുക തന്നെ വേണം. അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ കുഴപ്പമുണ്ട് കേട്ടോ. പിന്നെ ഈ കാർഡിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ആമസോൺ ഉപയോഗിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പോരാത്തതിന് അതൊരു ഫ്രീ കാർഡാണ്, ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. അതുപോലെ തന്നെ നമുക്കറിയായിരിക്കും എൻ്റെ ക്യാഷ് ബാക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. പ്രൈം മെമ്പേഴ്സ് ആണെങ്കിൽ 5% ക്യാഷ് ബാക്ക്, നോൺ പ്രൈം ആണെങ്കിൽ 3% ക്യാഷ് ബാക്ക്. ബാക്കി എല്ലാ സർവീസും നമ്മൾ ആമസോൺ പേ കൂടെ ചെയ്യുകയാണെങ്കിൽ 2%, പിന്നെ ബാക്കി അതേഴ്സിലെല്ലാം 1%. അങ്ങനെയാണ് നമുക്ക് ക്യാഷ് ബാക്കിൻ്റെ ഇത് വരുന്നത്. അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് ബാക്ക് എല്ലാം നമ്മുടെ ആമസോൺ പേ ബാലൻസിലേക്ക് ആഡ് ആവുക. അപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആമസോൺ ബാലൻസ് ഞാൻ എല്ലാത്തിലും ഉപയോഗിക്കുന്നതാണ്. അത് കറണ്ട് ബില്ല്, ഇലക്ട്രിസിറ്റി അല്ല രണ്ടും തന്നെയാണല്ലോ അല്ലേ. കറണ്ട് ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല് ഒന്നും തന്നെയാണ്. ഇപ്പോൾ കറണ്ട് ബില്ല്, മൊബൈൽ റീചാർജ്, ഗ്യാസ്, ഇതൊക്കെ നമ്മൾ എന്താ പറയുക ഫുള്ള് നമ്മുടെ ആമസോൺ പേ കൂടെ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഇത് എടുക്കാൻ കാരണം. എത്ര ലേറ്റ് ആവാനും ഞാൻ സംശയിച്ചിരുന്നിട്ടാണ് ഞാൻ ആക്ച്വലി ICICI ബാങ്കിൻ്റെ കാർഡിൻ്റെ എല്ലാം മുമ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ അത് ക്ലോസിങ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. നമ്മൾ എത്ര കാർഡൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇന്ന് തന്നെ ഇന്ന് വൈകുന്നേരം 5:30 നമ്മൾ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ പോയി കണ്ടോ കേട്ടോ. അതിൽ എത്ര കാർഡ് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് അതിൽ പറയുന്നുണ്ട്. ഞാൻ ഈ കാർഡ് ഡീറ്റെയിൽസും പറയുന്നുണ്ട്. പക്ഷേ ഈ കാർഡ് നമുക്ക് ഇന്നാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഞാനത് ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. സീൽഡ് പാക്ക് തന്നെയാണ്. നമ്മൾ ലൈവായിട്ട് നമ്മൾ ക്യാമറയുടെ മുമ്പിൽ തന്നെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആമസോണിൽ നമ്മളൊരു പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലിലെ പേജ്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ മറക്കേണ്ട. നിങ്ങൾക്ക് ഇവിടെ URL കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ച് എളുപ്പമാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് തന്നെയായിരിക്കും വിചാരിക്കുന്നു. നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ചാനലിൽ സപ്പോർട്ടാണ്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഫോളോ ചെയ്യാനൊന്നും മറക്കേണ്ട. ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിനും ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, അത്രയുള്ളൂ. ഫോളോ ചെയ്യുക, അത്ര അടിക്കുള്ളൂ. പിന്നെ ഫ്രണ്ട്സിലേക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആമസോൺ ICICI കാർഡിൻ്റെ
ഒരു കവറാണ് ആക്ച്വലി വരുന്നത്. ഇത് ശരിക്കും ആക്ച്വലി കുറച്ചും കൂടി ഇവർക്ക് പ്രീമിയം ആക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ലോ ക്വാളിറ്റി സാധനം പോലെ വന്നേക്കുന്നത്. ശരിക്കും ഇതൊരു ബിഗിനേഴ്സ് കാർഡ് തന്നെയാണ്. അപ്പോൾ ഇത്രയ്ക്ക് ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. സീൽഡ് പാക്കാണ് കണ്ടത്. നമുക്കിത് ആക്ച്വലി ഈ ടൈപ്പ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ടൈപ്പ് ഇപ്പോൾ ഡു നോട്ട് അക്സെപ്റ്റ് ദ സീൽ ഇഫ് ദ സീൽ ഈസ് ടാമ്പേർഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ആക്ച്വലി ഇവിടെ ചെക്ക് ചെയ്തൊക്കെ നോക്കി. ഇപ്പോൾ സംഭവം ടാമ്പേർഡും കാര്യങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടോ, ആസാദിക്ക് അമൃത് മഹോത്സവം 75 ഇൻഡിപെൻഡൻസിൻ്റെ ഒരു സംഭവമായിട്ട് വന്നിട്ടുണ്ട്. ആമസോൺ പേ ബാലൻസിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ICICI ബാങ്കിനുണ്ട്. പിന്നെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്, നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ടാണ് കട്ട് ചെയ്യാൻ എന്നിട്ട് ഫസ്റ്റ് ടൈമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ സീൽഡ് പാക്കേജ് തന്നെയാണ്. ഞാൻ കട്ട് ചെയ്യാൻ ഓപ്പൺ ബോക്സ് എന്താ പറയുക കട്ട് ചെയ്ത് നോക്കിയെന്നില്ല. ഇത് കട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് പാടാണ്. നമുക്ക് തൽക്കാലം ഇങ്ങനെ ചെയ്യാം. അത് കറക്റ്റായിട്ട് എടുക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. കാർഡൊന്നും കട്ടാവില്ലല്ലോ ഇങ്ങനെ ആക്കുമ്പോൾ. അല്ലെങ്കിൽ ചിലപ്പോൾ 2 വർഷമായിട്ട് തിരിച്ച് കിട്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാനുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ടൈപ്പിങ്. അത് നല്ലതാണ്, സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ്. എന്നാലും നമ്മൾ നീറ്റായിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ എന്തായാലും കട്ട് ചെയ്തിട്ട് വരാം, വെറുതെ നമ്മുടെ എന്തിനാ ടൈം കൂട്ടണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ലെറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ലെറ്ററാണ് നമുക്ക് വന്നേക്കുന്നത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദ ഓൾ ന്യൂ ആമസോൺ ICICI കാർഡ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആമസോൺ പേൻ്റെ ICICI ബാങ്കിൻ്റെ ലോഗോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് പേസ് യു ബാക്ക് എവരിവെയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിയർ കസ്റ്റമർ, ഇറ്റ് ഗീവ്സ് എസ് ഇമ്മൻസ് പ്ലഷർ ടു പ്രസൻറ്റ് യു ദ ആമസോൺ പേ ICICI ക്രെഡിറ്റ് കാർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കീ ഫീച്ചറായിട്ടുള്ള 5% ക്യാഷ് ബാക്ക്, അതുപോലെ 3% ക്യാഷ് ബാക്ക് ഫോർ നോൺ പ്രൈം കസ്റ്റമേഴ്സ്, 2% അതർ പാർട്ട്നേഴ്സ് കൂടെ ചെയ്യുമ്പോൾ ബാക്കി 1% ക്യാഷ് ബാക്ക് എല്ലാ പേയ്മെൻറ്റും കിട്ടുന്നുണ്ട്. ഇതിന് പക്ഷേ എന്തോ എക്സെപ്ഷൻ ഉണ്ട്. നമുക്ക് ബിൽ എന്താ പറയുക പെട്രോൾ അടിക്കുമ്പോൾ അങ്ങനെ എന്തോ എക്സെപ്ഷൻ ഉണ്ട്. പെട്രോൾ അടിക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ ഇതിൽ നമുക്ക് വന്നേക്കുന്നത് പ്ലീസ് വിസിറ്റ് ടു www.icici.bank.com ഫോർ ഡീറ്റെയിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് റീഡ് ദ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ മെൻഷൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻ കേസ് യു റിക്വയർ എനി ഫർദർ ഇൻഫർമേഷൻ യു മേ റൈറ്റ് അസ് ടു help.amazonpaycc@icici.bank.com. അപ്പോൾ അതാണ് അവരുടെ കസ്റ്റമർ കെയറിന് ഒരു ഇമെയിൽ ഐ ഡി ഇട്ടാ. ഫ്രം യുവർ രജിസ്റ്റേർഡ് ഇമെയിൽ ID ഓർ കോൾ ടോൾ ഫ്രീ നമ്പർ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റും ക്യാഷ് ലിമിറ്റും കിട്ടിക്കുന്നത്, ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടിക്കുന്നത് 2,60,000 ആണ്. ക്യാഷ് ലിമിറ്റ് കിട്ടിക്കുന്നത് 26,000 ആണ് കേട്ടോ. അപ്പോൾ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ടിട്ട് പിന്നെ നമുക്ക് എങ്ങനെ പിൻ ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. യു ക്യാൻ ഓൾസോ ജനറേറ്റ് യുവർ പിൻ ബൈ യൂസിങ് എനി ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്. ഒന്നെങ്കിൽ നമുക്ക് ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചിട്ട് പിൻ ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് യൂസ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ചെയ്യാം, അല്ലെങ്കിൽ iMobile ആപ്പ് വഴി നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ iMobile ആപ്പ് ഞാൻ എന്തെങ്കിലും അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഫുൾ എന്താ പറയുക ക്രിയേറ്റ് ചെയ്യേണ്ട സ്ഥിതിയാണ്. അപ്പോൾ അത് ചെയ്യണം ഇനി ഫുള്ള്. അപ്പോൾ നമ്മുടെ കാർഡ് വിട്ടിരിക്കുന്നുണ്ട്. അത് ആക്ച്വലി RBI റൂളിൻ്റെ പ്രകാരം നമ്മുടെ കാർഡിൻ്റെ ഇത് മാസ്ക് ചെയ്തിട്ട് വരാൻ പാടുള്ളൂ റൂളുണ്ട്. അപ്പോൾ അത് പ്രകാരം അവർ മാസ്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും അതിൻ്റെ ആ ഗമ്മൊന്ന് എടുക്കാം. നല്ല ഗമ്മാണ്. അയ്യോ തോന്നി, നല്ല ഹാർഡ് ഗമ്മാണ് കേട്ടോ. എൻ്റെ അമ്മോ, ഇതെന്താ ഫെവിക്വിക്കോ എന്നുവെച്ചാൽ പേപ്പറടക്കം അവിടെ ഒട്ടിച്ചിരിക്കുക. ഇത്രയ്ക്ക് പോറ് വരാറില്ല ചേട്ടാ. ഞാൻ എന്തായാലും ഒന്ന് എടുക്കട്ടെ. അയ്യോ, ലെറ്ററിൻ്റെ പരിപ്പിളക്കി എന്തായാലും. ഇപ്പോൾ നമ്മുടെ കാർഡ് ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ലെറ്ററിൻ്റെ പരിപ്പിളക്കി. ഞാൻ നല്ല നീറ്റായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ ഇത് ഒടുക്കത്തെ പശയായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ അതിൻ്റെ ബാക്കിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ചിപ്പ് ആൻഡ് പിൻ സെക്യൂരിറ്റി ഫോർ യുവർ കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. യുവർ ICICI ബാങ്ക് ചിപ്പ് ക്രെഡിറ്റ് കാർഡ് കംസ് വിത്ത് ആൻ എംബഡഡ് മൈക്രോ ചിപ്പ് വിച്ച് പ്രൊവൈഡ് അഡീഷണൽ സെക്യൂരിറ്റി അഗൈൻസ്റ്റ് യുവർ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ കാർഡിനൊക്കെ നമുക്കത് സഹായിക്കും ആക്ച്വലി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാണ്ടിരിക്കാൻ. പിന്നെ യൂസിങ് ക്രെഡിറ്റ് കാർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് 3D സെക്യൂർ ആണ് ശരിക്കും ഇതിൻ്റെ ഒരു എന്താ പറയുക പിന്ന് വരുന്നത്. അപ്പോൾ ലോഗിൻ അപ്പോൾ പിന്ന് ജനറേറ്റ് ചെയ്യണം നമുക്ക്. പിന്നെ നമുക്ക് കാർഡ് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് iMobile ആപ്പിൽ കൂടെ തന്നെ കാർഡ് സർവീസിൽ പോയി കഴിഞ്ഞാൽ കാർഡ് ബ്ലോക്ക് ചെയ്യാം. അല്ലെങ്കിൽ ICICI ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൽ പോയി കഴിഞ്ഞാൽ കസ്റ്റമർ സർവീസ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സർവീസ് റിക്വസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് എടുക്കാം. അതിൽ മോറ് പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് ഡീറ്റെയിൽസിൽ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലോക്ക് ക്രെഡിറ്റ് കാർഡെന്നും കൂടെ കാണാം. അല്ലെങ്കിൽ ഒരു SMS അയച്ചാൽ മതി. CC ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് 4 ഡിജിറ്റ് ഓഫ് നമ്പർ 256766766 അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റൂട്ടോ. പിന്നെ ഇതിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഫോർ ആക്ടിവേറ്റിംഗ് ഓൺലൈൻ ഓർ കോൺടാക്ട്ലെസ് ഓർ ഇൻ്റർനെറ്റ് ട്രാൻസാക്ഷൻ
മെത്തേഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മൊബൈലിൽ കയറിയിട്ട് നമുക്ക് കാർഡ് എടുത്തിട്ട് അത് നിങ്ങളെല്ലാവരും അറിയായിരിക്കും. നമ്മുടെ ആപ്പിൽ നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഓൺ ആക്കണ പരിപാടി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പേപ്പറിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ കാർഡ് ഓൾറെഡി മാസ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനത് എന്തായാലും ഇത് എടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാൻ കുറച്ച് പാടാണ്. എന്ന് വെച്ചാൽ ബാക്കിൽ ഡീറ്റെയിൽസ് വരുന്ന കാർഡാണെങ്കിൽ നമുക്കിപ്പോൾ സുഖമായിരുന്നു. ഇത് പക്ഷേ ഫ്രണ്ടിലാണ് വരുന്നത്. അപ്പോൾ മാസ്ക് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പേര് കാണാം. അപ്പോൾ മുകളിൽ NFC എംബിൾ ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി NFC സപ്പോർട്ടുള്ള, അതായത് കോൺടാക്ട്ലെസ് സപ്പോർട്ടുള്ള കാർഡ് തന്നെയാണ്. ആമസോൺ പേ നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്ക് NFC സപ്പോർട്ട് എന്ന് വെച്ചാൽ ടാപ്പ് ആൻഡ് പേ സപ്പോർട്ടൊക്കെ ഇല്ലേ, നമ്മുടെ POS മെഷീനിൽ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇതിന് ഗൂഗിൾ പേ സപ്പോർട്ട് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ICICI ബാങ്കിൻ്റെ കാർഡുകൾ നമുക്ക് ഗൂഗിൾ പേയിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ഗൂഗിൾ പേ കൊണ്ട് ടാപ്പ് ആൻഡ് പേ സപ്പോർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഗൂഗിൾ പേ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഫോൺ ചാടി കയറി എണീച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ആക്ടിവേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ചെയ്യാൻ വെച്ചാൽ ഭയങ്കര ലേറ്റ് ആവും. ഗൂഗിൾ പേ ഞാൻ ചോദിച്ചില്ല ഒന്നും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാണ്ട് പോകുമ്പോൾ അപ്പോൾ ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.